അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ആറാട്ടുപുഴ പൂരം മാർച്ച് 29, 30 വരണേ. കൂടുതൽ സമയക്രമങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പൂരത്തിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള തറക്കൽ പൂരം മാർച്ച് 29 മാർച്ച് 29 വൈകുന്നേരം 6 മണിക്ക് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. മികച്ച തരത്തിലുള്ള പാണ്ടിമേളമാണ്. പാണ്ടിമേളത്തിന് ശേഷം കരിമരുന്ന് പ്രയോഗം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 3 ദേവീദേവന്മാർ, അതായത് ഊരകത്തമ്മ തിരുവടിയും തൊട്ടിപ്പാള ഭഗവതിയും ആറാട്ടുപുഴ ശാസ്താവും തമ്മിലുള്ള ഉപചാരമാണ്. ഉപചാരം കഴിഞ്ഞാൽ പൂരത്തിൻ്റെ അന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. പിറ്റേ ദിവസമാണ് ആറാട്ടുപുഴ പൂരം. ആറാട്ടുപുഴ പൂരത്തിൻ്റെ ആതിഥേയനാണ് ആറാട്ടുപുഴ ശാസ്താവ്. ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് വൈകുന്നേരം 6:30 ആരംഭിക്കും. 15 ആനകളുടെ അകമ്പടി, പഞ്ചാരിമേള 10:40 വരെ മേളമുണ്ട്. മേളം കലാശിച്ച് കഴിഞ്ഞാൽ ഘടകപൂരങ്ങളുടെ ആരംഭമാണ്. ഏറ്റവും ആദ്യം ചാത്തക്കുളം ശാസ്താവ് തൊട്ടിപ്പാള ഭഗവതിയോടൊപ്പം തെക്ക് നിന്ന് കയറുമുണ്ട്. പഞ്ചാരിമേളമാണ്. അതേ സമയത്ത് തന്നെ ഇവിടെ ഈ ഭാഗത്ത് എടക്കുന്നി ഭഗവതിയുടെ എഴുന്നള്ളിപ്പുണ്ട്. എടക്കുന്നി ഭഗവതിക്ക് 5 ആനകളുടെ അകമ്പടിയും പഞ്ചാരിമേളം. തുടർന്ന് അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് 6 ആനകളുടെ അകമ്പടി പഞ്ചാരിമേളം. ഇതേ സമയത്ത് തന്നെയാണ് പടിഞ്ഞാറ് നിന്ന് നെട്ടിശ്ശേരി ശാസ്താവിൻ്റെ പുറപ്പാട്. നെട്ടിശ്ശേരി ശാസ്താവിന് 5 ആനകളുടെ അകമ്പടിയും പാണ്ടിമേളവുമാണ്. ഇത് കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് നിന്ന് കാവ് കടുപ്പശ്ശേരി പിഷാരിക്കൽ ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് 5 ആനകളുടെ അകമ്പടി പഞ്ചാരിമേളം. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും തേവര് കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടാവും. 1 മണിയോട് കൂടിയിട്ട് കൈതവളപ്പിലെത്തും. തുടർന്ന് പാണ്ടിമേളമാണ്. ആ പാണ്ടിമേളം കഴിഞ്ഞാൽ ഊരകത്തമ്മ തിരുവടിയും ചേർപ്പ് ഭഗവതിയും ഒന്ന് അണിനിരക്കും. 4:30 കൂട്ടി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 7 മണി വരെ കൂട്ടി എഴുന്നള്ളിപ്പാണ്. കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ മന്ദാരക്കടവിലാണ് ആറാട്ട്. ആ ആറാട്ട് ഏറ്റവും അവസാനത്തെ ആറാട്ട് എന്ന് പറഞ്ഞാൽ തേവരും ഊരകത്തമ്മ തിരുവടിയും കൂടിയിട്ടാണ്. ആ ആറാട്ട് കഴിഞ്ഞാൽ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് വരുന്ന എല്ലാ ദേവീദേവന്മാർക്കും ശാസ്താവ് ഉപചാരം പറയും. 7 കണ്ടം അതിർത്തി വരെ തേവർക്ക് 7 ഉപചാരങ്ങളോട് കൂടിയിട്ട് അവിടെ വരെ പോയി ഉപചാരം പറഞ്ഞു പോരും. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അടുത്ത വർഷത്തെ പൂരത്തിൻ്റെ തീയതി വിളംബരം ചെയ്യുക. തിരിച്ച് ക്ഷേത്രത്തിൽ ശാസ്താവ് എത്തിക്കഴിഞ്ഞാൽ ഇറക്കി എഴുന്നള്ളിക്കും. വൈകുന്നേരം 8:30 ഗ്രാമബലിക്ക് എഴുന്നള്ളിക്കും. ഗ്രാമബലി കഴിഞ്ഞ് പിറ്റേ ദിവസം അത്തം നാളിൽ ശാസ്താവ് ആറാട്ടുപുഴ അമ്പലത്തിൽ തിരിച്ചെത്തി കൊടിമരം ഇളക്കി മാറ്റുന്നതോടുകൂടി പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പര്യവസാനിക്കും.